ബുധനാഴ്ച സംസ്ഥാന വ്യാപകമായി അധ്യാപകരും ജീവനക്കാരും പണിമുടക്കുമെന്ന് സെറ്റോ. സംസ്ഥാന സർക്കാർ ജീവനക്കാരോട് കാണിക്കുന്ന വഞ്ചനയ്ക്കെതിരെയാണ് സമരമെന്ന് നേതാക്കൾ കണ്ണൂരിൽ അറിയിച്ചു. വൻ പ്രതിഷേധമാണ് സർക്കാരിനെതിരെ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ളതെന്നും നേതാക്കൾ പറഞ്ഞു. ജനുവരി 22-ന് സംസ്ഥാന വ്യാപകമായാണ് അധ്യാപകരും ജീവനക്കാരും പണിമുടക്കുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും വഞ്ചിച്ചു എന്നാരോപിച്ചാണ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ പണിമുടക്ക് നടത്തുന്നത്. പണിമുടക്കിൽ എല്ലാ വിഭാഗം ജീവനക്കാരും പങ്കാളികളാകുമെന്ന് സെറ്റോ ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു. ജീവനക്കാരുടെ വികാരം മാനിക്കാൻ തയ്യാറാകണം. തടഞ്ഞു വെച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ തീർച്ചയായും നൽകിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ഈ ഗവൺമെൻറ് തയ്യാറാണ്. അതിനുവേണ്ടിയുള്ള ഒരു സമരമാണ്, പണിമുടക്ക് സമരമാണ് 22-ാം തീയതി നടക്കുന്നത്. തീർച്ചയായും ഈ ഒരു പണിമുടക്ക് സമരത്തിൽ അത്തരം ആനുകൂല്യ നിഷേധങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ആനുകൂല്യ നിഷേധങ്ങൾക്ക് അനുകൂലമായ തീരുമാനമായി ഗവൺമെൻറ് മുമ്പോട്ട് വന്നിട്ടില്ലെങ്കിൽ സെറ്റോ സംഘടനകൾ ഒരു അനിശ്ചിതകാല പണിമുടക്ക സമരം തീരുമാനിച്ച് മുമ്പോട്ട് പോകേണ്ട ഒരു സാഹചര്യം കടന്നുവരും എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത്. ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള ആനുകൂല്യ നിഷേധമാണ് ഈ സർക്കാർ ജീവനക്കാരോടും അധ്യാപകരോടും കാണിച്ചതെന്ന് സെറ്റോ ഭാരവാഹികൾ ആരോപിച്ചു. കണ്ണൂരിൽ പണിമുടക്കുന്ന ജീവനക്കാരും അധ്യാപകരും 22-ന് രാവിലെ 10 മണിക്ക് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തും. 6 ഗഡു ക്ഷാമബത്ത അനുവദിക്കുക, 11-ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, 12-ാം ശമ്പള പരിഷ്കരണം നടപ്പാക്കുക, മെഡിസപ്പ് ചികിത്സ കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭമെന്നും നേതാക്കൾ പറഞ്ഞു. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രമേശൻ, NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK രാജേഷ് ഖന്ന, സെറ്റോ ജില്ലാ ചെയർമാൻ MP ഷനിജ്, കൺവീനർ UK ബാലചന്ദ്രൻ, ട്രഷറർ അനീസ് മുഹമ്മദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.